ഫ്രണ്ട്സ്, എല്ലാവർക്കും നവമിയ നിർവേദ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് ബേബിക്കുട്ടി? അതെ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ്. മാമയും മക്കളും കൂടിയിട്ട് പെട്ടെന്ന് വെള്ളടിക്കുന്നത്തേക്ക് പോവുകയെന്ന് പറഞ്ഞു, മുടി വെട്ടുക എന്ന് പറഞ്ഞു കേട്ടോ. ഒരു ദിവസം അച്ഛൻ്റെ കൂടെ ഇതേപോലെ പോയതാണ്, പക്ഷെ അതേ സ്പീഡിൽ ഇങ്ങോട്ട് പോകുന്നു, സമ്മതിച്ചില്ല. ഇന്ന് മാമയുടെ കൂടെ കരഞ്ഞു, മാമയുടെ കൂടെ പോയി. ഇവർ 3 പേരും കൂടിയിട്ടാണ് കേട്ടോ പോയത്, മാമയും മക്കളും കൂടിയിട്ടാണ് പോയത്. അതിൻ്റെതായ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ബാർബർ ഷോപ്പ് വരുന്നത്, വെള്ളടിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയി, മാമയാണ് കൊണ്ടുപോയത്. നല്ല കുട്ടിയായിട്ട് ഇരുന്നു അവൻ, അതാണ് അതെ. അതെ, വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് കേട്ടോ ഞാൻ ഇതൊക്കെ കാണുന്നത്. ഇത് താരാ? അപ്പോൾ മാമയും വേദും ബേബിയും കൂടിയിട്ട് മുടിയൊക്കെ വെട്ടി നല്ല കുട്ടിയായി, സുന്ദര കുട്ടപ്പനായി കേട്ടോ. അപ്പൊ ഞാൻ ഡയറി മിൽക്ക് അപ്പുറത്തെ കടയിൽ പോയി മേടിച്ചു കേട്ടോ. അതെ, 2 ഡയറി മിൽക്ക് അവള് വാങ്ങിക്കൊണ്ടെന്ന് പറഞ്ഞു. അപ്പുറത്തെ ഫസ്റ്റ് മുടിയായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. ആ ഡ്രിമ്മറിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവനെ പേടിയായിരുന്നു കേട്ടോ. അതാണ് കഴിഞ്ഞ വട്ടം അവൻ സമ്മതിക്കാത്തത്. ഇപ്രാവശ്യം മിഠായിയും കിട്ടി, മാമിയും കൂടെ ഉണ്ടായി, അതുകൊണ്ട് അവൻ ഓക്കെ ആയി കേട്ടോ. അതെ, നല്ല കുട്ടിയായിട്ട് ഇരുന്നു. മുടി വെട്ടി അവസാനം അവൻ ഒരു ഡോറയായിട്ടുണ്ട്, നമ്മുടെ ഡോറ കുട്ടിയായിട്ട്. അതെ അതെ. വേദുവിന് ഇഷ്ടമായ മുടി വെട്ടിയത്? അപ്പൊ വേദു ഇപ്പൊ എന്റെ മടിയിലിരിക്കുന്നുണ്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോ. വേദുവിന്റെ കയ്യിലപ്പം മിഠായി ഒക്കെയാണ്. അപ്പൊ വേദു അടങ്ങിയിരിക്കുന്നുണ്ട്, ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അവന്. അതെ, പിന്നെ അവരെന്തൊക്കെയോ വർത്താനം പറയണ്ടായിരുന്നു അല്ലേ എന്നോട്. അത് മാമ യൂട്യൂബിൽ ഇടാനാണോ വോയിസ് ഓവർ കൊടുക്കാനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളല്ല അതെ. കണ്ണാടി അവിടെ ഉണ്ട്. അപ്പൊ മുടിയൊക്കെ നല്ലതിൽ വെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അവൻ്റെ മുടി ഒരു കുറ്റി മുടി പോലെയാണ്. അപ്പോൾ കുറ്റി മുടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇനി മൊട്ടടിക്കല്ലേ വിചാരിച്ചു. മൊട്ടടിച്ച് കഴിഞ്ഞാൽ അവൻ്റെ മുടി ഇങ്ങനെയാണ് വളരുക. അവൻ്റെ അച്ഛൻ്റെ ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം എന്താ വിചാരിച്ചു, ഇങ്ങനെ ആക്കാന്ന്. അപ്പോൾ അവൻ ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിച്ചു കേട്ടോ. പല്ലെവിടെ ചോദിച്ചപ്പോൾ പല്ലൊക്കെ കാട്ടി കൊടുക്കണ്ടായെന്ന് പറഞ്ഞു. ബേബി എന്ന് വിളിക്കാട്ടത്, ബേബിയില്ലേ? അതെ, അവൻ അവളേനെ ബേബി എന്നാട്ടോ വിളിക്കുക. വന്നിട്ട് ഞങ്ങൾ പിന്നെ അവനെ കുളിപ്പിച്ചു കേട്ടോ. ഞാൻ മുടി ഫുള്ള് ദേഹത്ത് മുടിയായിരുന്നു, ഷർട്ടമ്മയും എല്ലാവരുടെയും മുടിയായിരുന്നു. അതെ, എന്തായാലും സമാധാനമായി. ആ ഒരു പണി അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടിയല്ലോ. കാരണം ഞങ്ങളിങ്ങനെ വിചാരിച്ചു, ആ ഡയറി മിൽക്ക് ഇവിടെ എത്തണ വരെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അതെ, അപ്പൊ ഏതുവിടെ കടിച്ചുകൊണ്ടിരിക്കുകയാണ് ഡയറി മിൽക്ക്. ബേബിക്കുട്ടി ഇവനോട് ഞാൻ പറഞ്ഞു, എന്നാ നീ പറ്റിച്ച വീഡിയോ എടുത്തോളൂ പറഞ്ഞിട്ട് എൻ്റെ ഫോൺ കൊടുത്തയച്ചു. പറഞ്ഞു, ഞാൻ പറഞ്ഞു പറ്റിച്ച എടുത്തോളാൻ പറഞ്ഞു. അതെ, പിന്നെ ഫോൺ അവൾക്ക് കൊടുത്തയച്ചു. അപ്പൊ ഞാൻ അമ്മയുടെ ഫോൺ എടുത്ത് വീഡിയോ എടുത്തു. അതെ, ഒരു കുട്ടി വ്ളോഗറായി ഇപ്പോ അല്ലേ. പക്ഷെ ഞങ്ങളെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. ഞങ്ങളങ്ങനെ ആലോചിക്കും, ഞങ്ങൾക്ക് 10,000 സബ്സ്ക്രൈബേഴ്സ് ആവാറായി, നമ്മൾ ഫാമിലി വളർന്നുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മളേനെ ആരും തിരിച്ചറിയില്ല. മനസ്സിലായി, ഈ നാട്ടിലുള്ള ആരും അല്ല സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതെ, എന്തെങ്കിലും അറിയപ്പെടുമായിരിക്കും. പക്ഷെ നമുക്കൊരു സന്തോഷം. ഇവിടെ ഇടയ്ക്ക് പറയൂ കേട്ടോ, ഇങ്ങനെ നടന്നു പോകുമ്പോ നവമിയ നിർവേദ് വ്ളോഗ്സിൽ നിർവേദല്ലേ എന്ന് അവര് പരസ്പരം ഇങ്ങനെ പറഞ്ഞു കളിക്കും. അമ്മയും വേദു ഞാൻ റീൽസ് ഒക്കെ എടുക്കുമ്പോ റോഡിൽ നിന്നല്ല ആദ്യം നടക്കുമ്പോ അവിടെ ഹോംവർക്ക് ചെയ്യാവും. അപ്പൊ ഞാനിങ്ങനെ വെറുതെ പറയും, നവമിയ നിർവേദിന്റെ അമ്മയല്ലേ, ഫേമസ് ആന്ന് പറയൂ ഞങ്ങള്. വേദു ചിരിക്കാൻ പറഞ്ഞോളേ, അതാണ്. അതെ, വേദുവിനോട് ചിരിക്കാൻ പറഞ്ഞപ്പോ ചിരിച്ച് കാട്ടി കൊടുത്തിട്ടുണ്ട്. പറഞ്ഞില്ലല്ലോ, നല്ല ചിരിയാ, ഫുള്ള് പല്ല് കാട്ടിട്ട് ചിരിയില്ലേ. എപ്പോഴും പറഞ്ഞോണ്ടിരിക്കും. ഇനിയിപ്പൊ അച്ഛൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ വേദു. അച്ഛൻ വന്നാ പിന്നെ അച്ഛന്റെ കൂടെ തന്നെ ആയിരിക്കും. ഡോറ അവിടെ ആരോ ഇരിക്കണ്ടല്ലേ, ഞാൻ കണ്ടില്ല കേട്ടോ. അയ്യടാ, പിന്നെ ക്യാമറ ഞാൻ താഴ്ത്തിക്ക് പിടിക്കുമ്പോ തനി ഡോറയില്ലേ ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമായോ പറയൂ കേട്ടോ. അവന്റെ മുടി വെട്ടല് ഈ കുഞ്ഞു ഡോറേനെ ഇഷ്ടപ്പെട്ടവര് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം കേട്ടോ. ഈ കുഞ്ഞു ഡോറേനെ ഞങ്ങള് ഒരു Q&A ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങളൊക്കെ ഞങ്ങളോട് ചോദിക്കാവുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചോളൂ.
ഞങ്ങൾ ഉത്തരമായിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഒരു ദിവസം നമുക്ക് ലൈവ് പോകണം കേട്ടോ. അറിയോ അതെന്താന്ന്? ഞാൻ പറഞ്ഞുതരാം. അവൾക്ക് അറിയില്ല കേട്ടോ ഒന്നും. ഇവൾക്ക് യൂട്യൂബിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. ജസ്റ്റ് വീഡിയോക്ക് പോസ്റ്റ് ചെയ്യുന്നതേ അവള് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കൊന്നുമില്ല. ടാറ്റ ഫ്ലൈക്കിസ് ഒക്കെ കൊടുത്ത അവിടെ ഉള്ളവർക്ക് അല്ലേ? ഉമ്മ ഹാപ്പി ആയി പോന്നു അല്ലേ വേദുകുട്ടൻ? ഹാപ്പി ഡേ ആയില്ലേ വേദു? വരുമ്പോ ഡാഡി മിൽക്ക് ചപ്പിളിയായി ഇങ്ങനെ കയ്യില് കൂട്ടിപ്പിടിച്ചിരിക്കുന്നു. മുടി വെട്ടല് കഴിഞ്ഞു വരെ അത് വെട്ടിട്ടില്ല. പിന്നെ കണ്ടോ കുറച്ച് പേടിയൊക്കെ ഉണ്ട്. വേദുവിനെ അങ്ങനത്തെ ബുള്ളറ്റ് പോകുന്നത്, ബുള്ളറ്റിന്റെ സൗണ്ട്, കറണ്ട് പോവുക, ഇരുട്ട് ഒക്കെ പെട്ടെന്ന് പേടിയാവും കേട്ടോ. പേടിപ്പിക്കാൻ പറ്റും. എന്തെങ്കിലും കുറുമ്പ് കെട്ടണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി. അപ്പൊ ചുണ്ടുപോയി കളയും. ഉറുമ്പ് ഉറുമ്പ് ഡോറക്കുട്ടനായി ഇപ്പൊ. ഞാൻ അച്ഛൻ വന്ന സർപ്രൈസ് ആവും. ഫ്രണ്ടില് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ അല്ലേ? വീഡിയോ കഴിഞ്ഞില്ലേ? അത്രേ ഉള്ളൂ. വീട്ടിലെത്തി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. ഡോറക്കുഞ്ഞിനെ ഇഷ്ടമായവര് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.